ഹായ്, ഇതെൻ്റെ ഒരു ഈവനിങ് വ്ളോഗാണ്. ഓൺ വോയിസ് വീഡിയോ ചെയ്യാൻ വലിയ പരിചയമൊന്നുമില്ല, എന്നാലും ശ്രമിക്കാമെന്ന് കരുതി ചെയ്യണതാണ് കേട്ടോ. തെറ്റുകളൊക്കെ എന്തായാലും ഉണ്ടാവും. ഇഷ്ടപ്പെടുന്നതിൽ സ്കിപ്പ് ചെയ്തേക്കണേ. പക്ഷേ കണ്ടാൽ മതി, കാണണം, സ്കിപ്പ് ചെയ്തോളൂ. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ഒക്കെ ചെയ്യണത് ദുബായിൽ നിന്നാണ് കേട്ടോ. ശരിക്കും ഞാനൊരു പാലക്കാട്ടുകാരിയാണ്. യു.എയിൽ വന്നിട്ട് ഇപ്പോൾ 3 മാസമായതേ ഉള്ളൂ. എല്ലാവരെയും പോലെ ജോബ് ഹണ്ടിങ് എന്ന് പറഞ്ഞ് വന്നത് തന്നെയാണ്. ഇതുവരെയും വിചാരിച്ച പോലെ ഒന്നും വരാത്തതുകൊണ്ട് സ്റ്റിൽ ട്രൈയിങ് ആണ്. അപ്പോൾ പിന്നെ വിസിറ്റ് വിസയ്ക്ക് വന്ന ഞാൻ ഹസ്ബൻഡ് വിസയൊക്കെ ആക്കി ഇപ്പോൾ ഒരു ദുബായ്ക്കാരി എന്ന ലേബലും വെച്ച് ജീവിക്കുകയാണ് ഇവിടെ. പറയുമ്പോൾ ദുബായ്ക്കാരി, പക്ഷേ ഇവിടെ ഉള്ളവർക്ക് എല്ലാവർക്കും അറിയാമല്ലോ എന്താണ് ആ ലൈഫ് എന്ന്. എസ്പെഷ്യലി എന്നെപ്പോലെ ജോലി നോക്കുന്നവർക്ക്. അതും നോക്കി നമുക്ക് കിട്ടാതെയും കൂടി ആവുമ്പോൾ കിട്ടാതെ ആവുക എന്നുള്ളതും അല്ല, കിട്ടാൻ ലേറ്റ് ആവുമ്പോൾ വരുന്ന ഒരു ഫ്രസ്ട്രേഷൻ ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ നോക്കി ഫ്രസ്ട്രേറ്റഡ് ആയപ്പോൾ തുടങ്ങിയൊരു ചാനലാണ് ശരിക്കും ഇത്. ഒരു ഐഡിയയും അല്ലെങ്കിൽ ഒരു പ്ലാനോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ തുടങ്ങിയതാണ്. കുറച്ച് യൂട്യൂബ് വീഡിയോസൊക്കെ കണ്ടു കേട്ടോ. എങ്ങനെയാണ് അതിൻ്റെ കസ്റ്റമൈസേഷനും കുറേ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ ചെയ്യണമല്ലോ. തുടങ്ങുമ്പോൾ കുറച്ച് വൃത്തിക്ക് തുടങ്ങാമെന്നൊക്കെ വിചാരിച്ചിട്ട് കുറേ യൂട്യൂബ് വീഡിയോസൊക്കെ കണ്ടിട്ട് അതിൻ്റെ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ട്, അല്ലാതെ പ്രത്യേകിച്ച് എനിക്ക് നിങ്ങൾക്ക് തരാൻ കണ്ടൻറ്റോ കാര്യങ്ങളോ ഒന്നും ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടോ ഒന്നുമില്ല. ഞാൻ എൻ്റെ ഒരു സന്തോഷത്തിന് അല്ലെങ്കിൽ എൻ്റെ ഒരു സമാധാനത്തിന് തുടങ്ങിയൊരു ചാനൽ എന്ന് വേണമെങ്കിൽ പറയാം. ഈ സന്തോഷം സമാധാനം എങ്ങനെയാണ് യൂട്യൂബ് ചാനൽ തുടങ്ങിയാൽ കിട്ടുക എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ, എന്നെ ഞാൻ എൻഗേജ്ഡ് ആക്കി വെക്കുക എന്ന് മാത്രമേ കേട്ടോ ഇതിൽ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അതായത് എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മുടെ കോൺസെൻട്രേഷൻ അതിലേക്ക് പോകില്ല, അല്ലെങ്കിൽ വെറുതെ ഇരുന്ന് ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെ മൈൻഡിനൊന്ന് എൻഗേജ്ഡ് ആക്കി വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതൊക്കെ ക്ലിപ്സ് എടുത്ത് വെച്ചിട്ട് വീഡിയോ ആക്കുന്നു. ഇപ്പോൾ വോയിസ് ഓവർ ചെയ്യണു. അതിനും വലിയ പരിചയമൊന്നുമില്ല. ഞാൻ ഒരു ദിവസം മുന്നേ ഒരു വീഡിയോ ഇട്ടപ്പോൾ അതിന് വോയിസ് കൊടുക്കാൻ അറിയാത്തതുകൊണ്ട് നല്ല അറിയായിരുന്നു, ഞാൻ പഠിച്ചു. പക്ഷേ എനിക്ക് എന്തോ ഒരു കോൺഫിഡൻസ് ഇല്ലായിരുന്നു, അപ്പോൾ ഞാനത് അങ്ങനെ വിട്ടു. അപ്പോൾ ഇതുവരെ തോന്നാത്ത കുറേ കാര്യങ്ങളാണ് കേട്ടോ എന്നെ ഈ തൊഴിലില്ലായ്മ എന്ന് പറഞ്ഞൊരു സംഭവം ചിന്തിപ്പിക്കണതും പ്രവർത്തിപ്പിക്കണതും വേണമെങ്കിൽ പറയാം. അപ്പോൾ നമ്മുടെയൊക്കെ മനസ്സിലാദ്യം ഇപ്പോൾ ഈ ജോലിയൊന്നും ഇല്ലാതിരിക്കുമ്പോൾ ഈ കൊറോണ സമയത്തൊക്കെ നമ്മളൊക്കെ വെറുതെ ഇരിക്കുന്ന സമയത്ത് കുറേ പേര് യൂട്യൂബ് ചാനൽ തുടങ്ങിയ കാര്യമൊക്കെ എനിക്കറിയാം. അപ്പോൾ അതേപോലെ അന്ന് എനിക്ക് പണിയുണ്ടായിരുന്നു. അപ്പോൾ ഇതേപോലെ ഇപ്പോൾ ഒരു ജോലി ഇല്ലാതെ ഇരിക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിലാദ്യം ഓടിയെത്തിയതാണ് യൂട്യൂബ്. അപ്പം ഞാനങ്ങനെ ഒരെണ്ണം തുടങ്ങി. ഇതിൽ മുന്നേ എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് യൂട്യൂബിൽ ഞാനൊരു ഫ്രഷറാണ് എന്ന് വേണമെങ്കിൽ പറയാം. അതെ, ഫ്രഷർ തന്നെയാണ്. ആകപ്പാടെ ദുബായിൽ എക്സ്പീരിയൻസ് ഇല്ലാതെ ഈസിയായി കയറാൻ പറ്റുന്ന ജോലിയും ചിലപ്പോൾ ഇതുതന്നെ ആയിരിക്കില്ലേ. എനിവേ, ഞാനിവിടെ എൻ്റെ കുറച്ച് ലൈഫ് എക്സ്പീരിയൻസ്, അതേപോലെ കുറച്ച് കാര്യങ്ങൾ ജസ്റ്റ് സംസാരിക്കുക, വെറുതെ സംസാരിക്കുക എന്ന് മാത്രമേ കേട്ടോ ഞാൻ വിചാരിക്കുന്നുള്ളൂ. അത് എത്രത്തോളം സക്സസ് ആവുന്നോ, എത്ര പേർക്ക് ഇഷ്ടപ്പെടുന്നോ, ആരെങ്കിലും കാണുമോ എന്ന് പോലും അറിയില്ല. കാരണം പിന്നെ എന്നെക്കുറിച്ച് ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാത്തത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം എനിക്ക് യൂട്യൂബിലുള്ള ഒരു 10-20 സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നുണ്ടല്ലോ, എൻ്റെ ഹസ്ബൻഡും എൻ്റെ അമ്മ, അച്ഛൻ, ചേച്ചി, അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സ്, എൻ്റെ ഫാമിലിയിലുള്ള കുറച്ച് പേര് മാത്രമേ എല്ലാവർക്കും ഒന്നും എൻ്റെ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയ കാര്യം പറഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ. ആരൊക്കെ അതിന് എന്തൊക്കെ നെഗറ്റീവ്സ് പറയുന്നോ ഒന്നും എനിക്കറിയില്ല. അപ്പോൾ ഓൾറെഡി ഞാനൊരു ഒരു വിഷമത്തിലാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ജോലി കാര്യങ്ങൾ. അപ്പം അതിൻ്റെ ഇടയിൽ ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുള്ളൊരു വഴി ഞാനായിട്ട് ഇപ്പോൾ കൊടുക്കുന്നില്ല എന്ന് വിചാരിച്ചിട്ടാണ്. അല്ലെങ്കിൽ ആളുകൾ എന്ത് പറയുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പറയാതിരിക്കുകയല്ല. എനിക്കിപ്പോൾ അത് കേൾക്കാനുള്ളൊരു മൈൻഡ് സെറ്റ് ഇല്ലാത്തതുകൊണ്ട് എനിക്ക് കുറച്ച് നന്നായിട്ട് അറിയുന്ന വിശ്വാസമുള്ള കുറച്ച് പേർക്ക് മാത്രമേ ഞാൻ എന്ത് ചെയ്താലും എന്നെ ഒന്നും പറയില്ല എന്ന് നമുക്ക് ഉറപ്പുള്ള കുറച്ച് പേരുണ്ടാവില്ലേ, അവർക്ക് മാത്രമേ ഞാൻ ഇതൊക്കെ ഒന്ന് അയച്ചു കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഈ അറിയുന്ന ആൾക്കാർക്ക് തന്നെ ഞാൻ എന്നെക്കുറിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. നമുക്ക് പുതിയ ആൾക്കാരൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്നെക്കുറിച്ചും എൻ്റെ ഫാമിലിയെക്കുറിച്ചും എല്ലാത്തിനെയും കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും കേട്ടോ.
അല്ലാതെ ഞാനിപ്പോൾ ഇവിടെ ഈ വന്നിട്ട് ഈ യൂട്യൂബിൽ ആരും ഇല്ലാത്ത ഒരു ചാനലിന് വേണ്ടിയിട്ട് ഞാൻ എന്നെക്കുറിച്ച് പറയണതിൽ ഒരു അർത്ഥം ഉണ്ട് എന്ന് ഞാൻ കരുതണില്ല. അതുകൊണ്ട് മാത്രമാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് വഴിയെ പറയാം. എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ടിങ് മീ. അതേപോലെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.